ഡെങ്കിപ്പനി പോലെ എലിപ്പനി പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അവർ ചെയ്തു പോകേണ്ട കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ ഇത് കൊതുക് ആണിത് പരത്തലെന്ന് ഈ എന്താണ് ഏഡസ് എന്ന് പറഞ്ഞൊരു കൊതുകാണ്. അതിന്റെ പിക്ചർ നമുക്ക് കാണിക്കാം. അതുപോലെ തന്നെ ചെറിയൊരു കൊതുകാണ്. ചെറിയൊരു കൊതുക് സാധാരണ കൊതുകിന്റെ കാട്ടിലും ചെറുതായിരിക്കും. അതിന്റെ ശരീരത്തിൽ ഇങ്ങനെ ഈ പൊടി നിൽക്കണ പോലെ വെള്ള കുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതാണിത് കൂടുതലായിട്ടും പരത്തുന്നത്. ഏഡിസ് ഈജിപ്തി എന്നാണുള്ളത്. നമ്മുടെ നാട്ടില് അതാണുള്ളത്. പല രാജ്യങ്ങളിലും പല ടൈപ്പിലാണുള്ളത്. അപ്പോ എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മളിപ്പോ മെയിനായിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാല് ഈ കൊതുകിന്റെ വാസസ്ഥലങ്ങൾ അത് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അതിന് ചെയ്യേണ്ട എന്തൊക്കെയാണ്? കൊതുപ്പല്ല, കൊതുകിന്റെ മുട്ടേന്ന് വിരിഞ്ഞിട്ടാണ് ലാർവകളാണ് ഈ കൊതുക് ഉണ്ടാകുന്നത്. അത് കൂടുതലായിട്ട് നമ്മൾ ഈ തൊടുവില്ല ഇഷ്ടം പോലെ ഈ റബ്ബർ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ എന്ത് ചെയ്യും, നമ്മളെ ചിരട്ട ഉണ്ടാവും. റബ്ബറിനുള്ള ചിരട്ട അങ്ങനെ സാധാ പോലെയൊക്കെ വെച്ചിട്ടുണ്ടാവും. ഈ മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ചിരട്ടയിൽ വെള്ളം കെട്ടിക്കും. അല്ലെങ്കിൽ എന്താണ് നമ്മള് തേങ്ങയൊക്കെ ചൊണ്ടി എന്ത് ചെയ്യണം, കളയുന്ന ചിരട്ട അത് നമ്മൾ പുറത്തൊക്കെ വലിച്ചെറിയണം. അപ്പൊ എന്ത് ചെയ്യും, അതിലും എന്ത് ചെയ്യും, വെള്ളം കെട്ടിക്കുകയും അതിലൊക്കെ പോയിട്ട് ഈ കൊതുക് എന്ത് ചെയ്യും, മുട്ട. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങൾ ഒഴിവാക്കുക. വെള്ളം കെട്ടി നിൽക്കണ എല്ലാ ചാൻസ് എന്ത് ചെയ്യുക, നമ്മളെ പൈസ എടുക്കുന്ന മാക്സിമം ഒഴിവാക്കുക. അതാണ് ഒന്നാമത്തെ ചെയ്യേണ്ടത്. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വീടുകളിൽ എന്ത് ചെയ്യുക, പിന്നെ കൊതുക് നമ്മളെ വീടുകളിലേക്കാണ് കയറുക. അപ്പൊ എന്താണ് കൂടുതലായിട്ട് ഈ വൈകുന്നേരങ്ങളിലാണ് അത് കയറുക. അപ്പൊ മാക്സിമം നമ്മൾ ഈ ജനാലകളിലൊക്കെ എന്ത് ചെയ്യുക, നെറ്റ് അടിക്കുക. അതായത് ചെറിയ കൊതുക് പോലും വരാൻ പറ്റാത്ത രീതിയിൽ ചെറിയ നെറ്റ് എന്ത് ചെയ്യുക, നമ്മളെ എയർ ഹോള്, ജനാല, ഇതിനൊക്കെ എന്ത് ചെയ്യുക, നെറ്റ് അടിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം വെച്ചാൽ ഒരു വ്യക്തി കടന്നുറങ്ങുമ്പോൾ എന്ത് ചെയ്യാണ്, കട്ടിലിന്റെ മുകളിൽ നെറ്റ് ഇടുക. ഇങ്ങനെയൊക്കെയാണ് ഒരു തുടക്കത്തിൽ ചെയ്യേണ്ടത്. പിന്നെന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ കുറെ പ്രതിരോധ പ്രവർത്തനങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മളെ എന്ത് ചെയ്യുക, ചുറ്റുപാടിലില്ല വെള്ളം കെട്ടി നിൽക്കണ ഇതൊക്കെ ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ചിരട്ട കമത്തി വെക്കുക. റബ്ബറിന്റെ ചിരട്ടയൊക്കെ എന്ത് ചെയ്യുക, കമത്തി വെക്കുക. പിന്നെ കാടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വെട്ടിത്തെളിച്ച് ഫുള്ള് ക്ലീൻ ആക്കി വെക്കുക. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പരിസരമൊക്കെ എന്ത് ചെയ്യുക, ക്ലീൻ ആക്കുക. ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പിന്നെ ഇപ്പൊ പൊതുവെ ഒരു ഡെങ്കി കേസ് ഒരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഹെൽത്തിക്ക് കൊടുക്കും. പിന്നെ അവരിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ നമ്മളൊക്കെ എന്തൊക്കെയാണ്, ഇപ്പൊ ഈ ലാർവനെ ഒഴിവാക്കാൻ പിന്നെ ഇപ്പൊ വേറൊരു മാർഗം, നമ്മൾ പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം എന്ത് ചെയ്യുക, എണ്ണ ഒഴിക്കുക. മണ്ണെണ്ണ ഒക്കെ എന്ത് ചെയ്യാൻ, കെട്ടി കിടക്കുന്ന വെള്ളത്തേക്ക് മണ്ണെണ്ണ ഒഴിക്കാം. അതെന്തെങ്കിലും മണ്ണെണ്ണ അല്ലെങ്കിൽ നമ്മളെ എണ്ണ ഐറ്റംസ് ഉണ്ടല്ലോ, അതിട്ട് എന്ത് ഈ വെള്ളത്തിന്റെ മുകളിൽ ഒരു പാടായിട്ട് നിൽക്കൂല. അപ്പൊ ഈ അണുക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ലാർവ പറഞ്ഞ ഓരെന്ത് ചെയ്യണം, ചത്തുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യരുത്. പിന്നെ അതൊക്കെ നമ്മളെ ഈ ഗപ്പി മീനുണ്ടല്ലോ, ഗപ്പി മീനൊക്കെ എന്ത് ചെയ്യണം, നമ്മളിപ്പോ ഒരു കുളം ഉണ്ടാക്കണത് അവിടെ എന്താണ് ഈ ഈ കൊതുക് പോയിട്ട് മുട്ടയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യാം, കുളത്തിൽ എന്ത് ചെയ്യുക, ഗപ്പി മീൻ അതിനൊക്കെ എന്ത് ചെയ്യുക, വളർത്താം. നമ്മള് ഒരു സാധാരണക്കാർക്ക് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്, നമ്മളെ പരിസരം നന്നായിട്ട് വൃത്തിയാക്കി കൊണ്ടു നടക്കുക. പിന്നെ വെള്ളം കെട്ടി നിൽക്കണതൊക്കെ ഒഴിവാക്കുക. ഇതൊക്കെയാണ് കൂടുതലായിട്ട് കാരണം. ഈ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ്, അത് ഒരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രതിരോധ പ്രവർത്തനങ്ങളായിട്ട് വരും. പിന്നെ നമ്മളെ ഹെൽത്തിന്റെ ഭാഗമായിട്ട് എന്തുണ്ട്, കൊതുകിനെ നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സ്പ്രേ അടിക്കണം, ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ DDT എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, വിഷം എന്ത് ചെയ്യും, ഇൻസെക്ടിസൈഡാണ്. അതെന്ത് ചെയ്യും, നമ്മൾ ചുമരിലൊക്കെ വന്നടിക്കുക. അതൊക്കെ എന്ത് ചെയ്യും, കൂടുതലായിട്ടും ഈ ഹെൽത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യും, സ്പ്രേ അടിക്കും, നമ്മളെ പുക അടിക്കുമല്ലോ, ഈ കെമിക്കൽ ആഡ് ചെയ്തിട്ട് പുക അടിക്കുക. ഇതൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കൊതുക് പരത്തുന്നത് കൊണ്ട് എന്ത് ചെയ്യണം, കൊതുകിന്റെ ഒരു വാസസ്ഥലം, അതുപോലെ തന്നെ കൊതുക് നമ്മളെ വീട്ടിലേക്ക് കയറാനുള്ള ഒരു സ്ഥിതി എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഇതൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യേണ്ടത്. സാധാരണ ഒരു പരിഹാരമായിട്ട് വരുന്നൊരു വിഷയമുണ്ട്. അത് അതിപ്പോ ഒരു 3 ദിവസം തൊട്ട് 7 ദിവസം ആണ്. അതായത്
കയറി പ്രവർത്തനം തുടങ്ങി. പിന്നെ ഏഴാമത്തെ ദിവസം കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിന് അതിന്റെ ഇതാണ് കാണിക്കുന്നത്, അതിന്റെ ലക്ഷണം. അതായത് കടുത്ത പനി, കടുത്ത പനി ഉണ്ടാവും, ശരീരവേദന ഉണ്ടാവും, നല്ല തലവേദന ഉണ്ടാവും, കണ്ണിൽ വേദന ഉണ്ടാവും, പിന്നെ വയറുവേദന, പിന്നെ വയറുസ്തംഭന, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പൊ കൊറോണ ഈ തൊണ്ടവേദന അത് കൂടുതൽ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മണം, രുചി, ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവും. ബാക്കി ഏകദേശമൊക്കെ വയറുപരികളാണ്. അപ്പോ നമ്മൾ കൊറോണ ടെസ്റ്റ് വിടും. അതായത് ഉണ്ടാവും, മണം, രുചി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോകും. അതൊക്കെയാണ് രണ്ട് കൂടുതലായിട്ട് കാണാം. മറ്റേ ഭയങ്കര കടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ടെസ്റ്റ് ചെയ്യും. കൊറോണ അതിന്റെ ആന്റിജൻ ടെസ്റ്റ് അല്ലെങ്കിൽ RT-PCR രീതിയാണ് നമ്മൾ. പിന്നെ ഡെങ്കി ആണെങ്കിൽ ഡെങ്കിന്റെ ടെസ്റ്റ് അത് ആദ്യമായിട്ടുള്ളൂ, അത് എന്ത് ചെയ്യുക, പോസിറ്റീവ് ആകും. പിന്നെ പനി രണ്ടാഴ്ചകളാണ് നമ്മൾ ആന്റിബോഡി ടെസ്റ്റ്, ആന്റിബോഡി, അങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഡോക്ടർ, ഡെങ്കി പോസിറ്റീവ് ആയ ഒരാള് എത്ര ദിവസത്തിന് ശേഷം അത് നെഗറ്റീവ് ആയിട്ട് അയാളുടെ ശരീരം പൂർവ്വ ആരോഗ്യസ്ഥിതിയിലേക്ക് എത്താനായിട്ട് ഒരു പീരീഡ് എത്തണം? ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഓരോ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, രോഗികളെ വേർതിരിക്കും. അതായത് പ്ലേറ്റ്ലെറ്റിന്റെ അവസ്ഥ അനുസരിച്ച് നമ്മൾ പ്ലേറ്റ്ലെറ്റ് അങ്ങനെ എന്ത് ചോദിച്ചാൽ ഒരു 1 ലക്ഷത്തിന്റെ അടക്കമൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യും, ഓരോ വീട്ടിൽ നിന്ന് തന്നെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യും, ശുശ്രൂഷിക്കാൻ നോക്കും. ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നല്ല ബെഡ് റെസ്റ്റ് കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞിട്ട് വെള്ളം നന്നായിട്ട് കൊടുക്കുക, ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ജ്യൂസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ അങ്ങനെ പറയും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഓരോ ദിവസം ഇപ്പോൾ ഇന്ന് കഴിഞ്ഞാൽ നാളെ എന്ത് ചെയ്യും, പ്ലേറ്റ്ലെറ്റ് നോക്കും, അങ്ങനെ എന്ത് ചെയ്യും, മറ്റന്നാൾ നോക്കും. അങ്ങനെ എന്നാണോ ആ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് നോർമൽ ലിമിറ്റിലേക്ക് എത്തുക, അപ്പോഴാണ് ഒരു രോഗി എന്താണ് പൂർണ്ണമായിട്ടും എന്ന് മാറി നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്, ചിലപ്പോൾ എന്ത് ചെയ്യും, പ്ലേറ്റ്ലെറ്റ് കൂടിയിട്ട് ആ രോഗിക്ക് എന്താ ഒരു നോർമൽ ലിമിറ്റിലേക്ക് എത്തിയില്ല, എന്നാലും ഒരു വലിയ ഡേഞ്ചർ അല്ലാത്തൊരു അവസ്ഥയിലാണ് പ്ലേറ്റ്ലെറ്റ് എങ്കിലും ആ രോഗി പിന്നെന്താണ് ബെഡ് റെസ്റ്റ് നിന്ന് മാറി നടന്ന് ഇപ്പൊ എന്താണ് ഓരോ വീട്ടു ജോലി ചെയ്യണം, അങ്ങനത്തെ കുറെ അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യും, അങ്ങനത്തെ ഒക്കെ എന്ത് ചെയ്യും, ഒഴിവാക്കേണ്ടി വരും. എന്നാൽ ഇപ്പൊ നമ്മളാ ഒരു പ്ലേറ്റ്ലെറ്റ് നോക്കിയിട്ട് ഒരു നോർമൽ ലിമിറ്റിൽ എത്തി, എന്നിട്ടൊരു ഡോക്ടർ അഡ്വൈസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുക, ആ ബെഡ് റെസ്റ്റിൽ നിന്ന് ആ പേഷ്യന്റ് ഇറങ്ങാൻ പറ്റുക. അപ്പൊ നമ്മളെന്താ പ്ലേറ്റ്ലെറ്റ് എന്നും ഡെയിലി നോക്കിയിട്ടാണ് ഇത് കൂടുതലായിട്ടും ചെയ്യുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഡെങ്കി പോസിറ്റീവായ ആളുകൾ പ്ലേറ്റ്ലെറ്റ് എത്ര കുറയുമ്പോഴാണ് നമ്മൾ ഈ രക്തം സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്? അതിപ്പോ എങ്ങനെയാന്ന് വെച്ചാല് 70,000 താഴേക്ക് പോയിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, വേഗം പേഷ്യന്റ് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. പേഷ്യന്റ് എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കോളി പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യുക, അഡ്മിഷൻ ആക്കിയിട്ട് ഇതേപോലെ തന്നെ അവിടുന്ന് അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഗ്ലൂക്കോസ് ഇടും, ഡ്രിപ്പ് ഇട്ട് ഇങ്ങനെ കൊടുത്തു കൊടുക്കും. പിന്നെ അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, പ്ലേറ്റ്ലെറ്റ് എന്ന് നോക്കും. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് ഒരു 20,000 ഒക്കെ താഴെ പോയി കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബ്ലഡ് കയറ്റി കൊടുക്കും. ബ്ലഡിൽ തന്നെ ഇതിന് പ്ലാസ്മ എന്ന സാധനം ഉണ്ടാകും, അത് വേർതിരിച്ചെടുത്തിട്ട് ആണ് കയറ്റി കൊടുക്കുക. അതിങ്ങനെ കയറ്റി കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഈ പ്ലേറ്റ്ലെറ്റ് ചെക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു കയറി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഒരു 50,000 മുകളിൽ മാത്രം. അതന്നെ ഇങ്ങനെ പേഷ്യന്റുകൾ അവിടെ നമ്മൾ തരംതിരിക്കും. അതായത് പേഷ്യന്റിന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പല ടൈപ്പ് പനികൾ ഉണ്ടാകുന്നല്ലോ, ഇതിൽ ഡെങ്കി ഹെമറേജിക് ഫീവർ എന്നൊക്കെ ഉണ്ട്. അതിൽ എന്ത് ശരീരത്തിൽ രക്തപ്പാടുകൾ ഒക്കെ വരാൻ തുടങ്ങും. അങ്ങനത്തെ ഒക്കെ പേഷ്യന്റ് എന്ത് ചെയ്യും, നമ്മൾ മാക്സിമം 50,000 ഒക്കെ താഴെ വന്നു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, വേഗം പെട്ടെന്ന് രക്തം കയറ്റാനുള്ള പരിപാടിയൊക്കെ നോക്കും. അപ്പൊ ഡോക്ടർ, ഈ സാധാ പനി വന്ന ഒരാള് ഹോസ്പിറ്റലിൽ വന്ന് തിരിച്ചു വീട്ടിൽ പോയി പനി മാറിക്കഴിഞ്ഞാലും ഈ ശരീരവേദനയും കാര്യങ്ങളൊക്കെ ക്ഷീണം കൂടുതലായി കഴിഞ്ഞാൽ ഡെങ്കി വരാനുള്ള സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ ഡെങ്കിപ്പനിയുടെ ലക്ഷണമാണോ എന്നെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? അത് എങ്ങനെയാ വെച്ചാല് പൊതുവെ വൈറൽ പനിക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ ഈ ഡെങ്കി വന്ന ഒരാൾക്ക് എന്തായാലും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരോട് ബെഡ് റെസ്റ്റിന്റെ കാര്യം പറയണത്. അപ്പൊ എന്ത് വെച്ചാല് സാധാരണ പൊതുവെ നമ്മളൊരു ധാരണ എന്ന് വെച്ചാൽ പനി വന്നാൽ പാരസെറ്റമോൾ കഴിക്കുക, അപ്പൊ പനി മാറിക്കഴിഞ്ഞാൽ എല്ലാം മാറി എന്നൊരു ചിന്താഗതിയാണ്. അപ്പൊ അതല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, ബെഡ് റെസ്റ്റ് നന്നായിട്ട് എടുക്കണം വേണ്ടത്.
അതാണ് കൂടുതലായിട്ടും വേണ്ടത്. അപ്പോൾ എന്താ വെച്ചാൽ പൊതുവെ നമുക്കൊരു തോന്നലുണ്ടാവും ക്ഷീണം വല്ലാണ്ട് കൂടുന്നുണ്ടോന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ വല്ലാണ്ട് ക്ഷീണം കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിനെ വിളിച്ചിട്ട് ചോദിക്കണം, ഈ പേഷ്യൻറ്റിന് വല്ലാണ്ട് ക്ഷീണമുണ്ട്, അതുപോലെ തന്നെ വല്ലാണ്ട് തലകറക്കുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളവിടെ വെച്ചുകൊണ്ടിരിക്കല്ല ചെയ്യേണ്ടത്. ഉടനെ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിനെ വിളിച്ചിട്ട് കാര്യം ചോദിക്കണം. അപ്പം എന്താ വെച്ചാൽ പ്ലേറ്റ്ലേറ്റ് പറ്റ കുറഞ്ഞാലുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വല്ലാണ്ട് കുറഞ്ഞു കഴിഞ്ഞാലും എന്താണ് ഈ തലകറക്കം ക്ഷീണമൊക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടറെ ഒരു ചെറിയൊരു സംശയമുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾക്ക് ഡെങ്കി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ബാക്കിയുള്ള ആളുകൾക്ക് ഡെങ്കി പോസിറ്റീവ് ആകാനുള്ള സാധ്യത എത്രയാണ്, ശതമാനം, അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ടോ? അതെ, സാധ്യതയുണ്ട്. കാരണം എന്താണ്, ആ രോഗി അവിടെ കിടക്കണം. ആ രോഗിയാണ് എന്താണ് ഈ കൊതു വന്നിട്ട് കടിക്കണത്. ആ കടിക്കണ കൊതു മറ്റേ ആ വീട്ടിൽ നിൽക്കുന്ന വേറൊരാളെ കടിച്ചാൽ എന്താണ് ഈ പകരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ കൊറോണകള് വായിലൂടെ പകരുന്നു. ഇത് ഈ ഒരു സാധനം വന്ന് ഈ കൊതുക് വന്ന് കുത്തി മറ്റൊരാളെ കടിച്ച് പകരുന്നു. അപ്പൊ എന്താണ് ഇത് ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മളെന്താ ചെയ്യുക, നമ്മള് ഇപ്പൊ ഒരു ഡെങ്കി പോസിറ്റീവായ പേഷ്യന്റിന്റെ വീട്ടില് ശ്രദ്ധിക്കുക എന്താന്ന് വെച്ചാല് ആ പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു നെറ്റിട്ട് ബെഡിൽ കിടത്താം. അതായത് അയാളെ എന്ത് ചെയ്യരുത്, ഒരു കൊതു വന്ന് കടിക്കരുത്. അതാണ് ചെയ്യേണ്ടത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ പരിസരം കാര്യങ്ങൾ വേഗം ശുചീകരിക്കുക. കൊതുകിന്റെ ഒരു വീട്ടിൽ വരാനുള്ള അവസ്ഥ ആദ്യം ഒഴിവാക്കാം. പിന്നെ ഈ പേഷ്യന്റ് എന്ത് ചെയ്യാൻ നമ്മൾ ഒരു ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുന്നത്ര നല്ലത് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നെറ്റ് ഇടുക. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അവരെ കൊണ്ട് എന്ത് ചെയ്യുക, ഫുൾ സ്ലീവില്ല ഷർട്ടൊക്കെ ഇടിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. അന്നത്തെ കൊതുകിന്റെ കടി ഏൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പോസിറ്റീവായ വീട്ടിൽ നിന്ന് ബാക്കിയുള്ളവർ എടുക്കേണ്ട മുൻകരുതലുകൾ. അപ്പൊ എന്താണ്, ഇപ്പൊ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡോക്ടേഴ്സിന് ചികിത്സിക്കാൻ പറ്റും. അതുപോലെ തന്നെ മരുന്നില്ലോടത്തോളം കാലം നമുക്ക് എന്ത് തരാൻ പറ്റും, ചികിത്സിക്കാനൊക്കെ പറ്റും. അപ്പൊ എന്താ, രോഗം വരാതിരിക്കാൻ നോക്കേണ്ട കാര്യമാണ് നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സമൂഹത്തിന്റെ ഒക്കെ ഒരു കടമയാണ്. അപ്പൊ എന്താണ് ഈ ആരോഗ്യവകുപ്പ് ഇതിങ്ങനെ എന്താണ് ഡെങ്കി വരാനുള്ള ചാൻസ് ഇന്നതാണെന്നുള്ള കാര്യങ്ങളും അവർ എന്ത് ചെയ്യണം, അവരുമായിട്ട് എന്ത് ചെയ്യാൻ സഹകരിച്ചിട്ട് പോവാം. അവർ വന്നിട്ട് ഓരോ ഡെങ്കി വല്ലാതെ കൂടുതൽ ഏരിയയിൽ വന്നിട്ട് എന്ത് ചെയ്യും, പുകടിക്കുക. അതുപോലെ തന്നെ അവിടെ ഉള്ള എന്ത് ചെയ്യാണ് പരിസര ശുചീകരണം ചെയ്യും. അപ്പൊ എന്താണ്, അവരെ മാത്രം കാത്തിക്കണ്ട, നമ്മൾ എന്ത് ചെയ്യും, അവരുമായിട്ട് സഹകരിച്ച് നമ്മളാൽ കഴിയുന്നത് എന്ത് ചെയ്യും, നമ്മൾ മുന്നോട്ട് ചെയ്തുകൊണ്ട് നോക്കാം. അതൊക്കെയാണ് ഇപ്പോൾ ഇനിയിപ്പോ ഈ ഒരു പനി എന്തായാലും കൊറോണന്റെ പോലല്ല, ഇത് നമ്മളാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പനിയാണ്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മളെ കൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, മാക്സിമം ഈ അസുഖത്തിന് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കാം. ഇതിപ്പോ കളിക്കാൻ പോണെങ്കിൽ ഈ നാടകത്തിലെ വക്രിയാക്കാരൻ്റെ ഒരാൾ വേണം, ചന്ദ്രമയമാക്കാരൻ്റെ ഈ ഒരാളും. ഗാഠകൻ ഡോക്ടർ അബ്ദുൽ ഗഫൂർ സാഹിബിനും മംഗളന്നേരുന്നേ വേണം. ഇവർ രണ്ടാളും ഇല്ലാതെ വേറെ ആരും കളിക്കാൻ പോകില്ല. പിന്നെ ഈ തോട്ടങ്ങളിൽ കുഞ്ഞലിബിയാജി എന്ന് പറയുന്ന ആളാണ് അന്ന് അവരെ കൂട്ടത്തിൽ പാട്ട് പാടിയത്. ചോറ് വേണം വേണം സൽമാന്റെ നിക്കാഹിന്. ഇവിടെ ഈ തോട്ടങ്ങളെ കുഞ്ഞലിബിയാജി. സൽക്കാരം വേണം സംഗീതം വേണം സൂറാന്റെ നിക്കാഹിന്. മൂപ്പരെ നാടും വിടുന്ത് മുന്ത്